ഇടക്കാല സർക്കാരിന് ധാരണയായതോടെ നേപ്പാൾ സുപ്രീം കോടതി മുൻ ചീഫ് ജസ്റ്റിസ് സുശീല കാർക്കിയെ ഇടക്കാല പ്രധാനമന്ത്രിയാക്കണം എന്നാണ് ജൻസി പ്രക്ഷോഭകരുടെ ആവശ്യം. അഴിമതിരഹിത ഭരണം ആഗ്രഹിക്കുന്ന ജൻസി തലമുറയുടെ വൻ പിന്തുണയാണ് സുശീല ബലേൻഷാ ഉൾപ്പെടെയുള്ള നേതാക്കൾക്ക് ലഭിക്കുന്നത്. ജൻസി തലമുറയ്ക്കിടയിൽ ഉയർന്നു കേൾക്കുന്ന സുശീല കാർക്കി ആരെന്നറിയാം, നോക്കാം. നേപ്പാൾ പ്രക്ഷോഭം അവസാനിപ്പിക്കാൻ ജൻസി പ്രക്ഷോഭകർ ഉപാധികൾ മുന്നോട്ടുവെച്ചതോടെയാണ് ഇടക്കാല പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് സുശീല കാർക്കിയുടെ പേര് ഉയർന്നുവന്നത്. സുശീലയെ ഇടക്കാല പ്രധാനമന്ത്രിയാക്കണമെന്നതുമായി ബന്ധപ്പെട്ട് ജൻസി പ്രക്ഷോഭകരിൽ ഒരു വിഭാഗം നേപ്പാൾ സൈനിക മേധാവി അശോക് സിഗ്ഡലുമായി ചർച്ച നടത്തിയിരുന്നു. വൻ പിന്തുണയാണ് സുശീല കാർക്കിക്ക് യുവജനതയുടെ ഭാഗത്തു നിന്ന് ലഭിക്കുന്നത്. കർഷക കുടുംബത്തിൽ ജനിച്ച സുശീല കാർക്കി അഴിമതിക്കെതിരെ നിലകൊള്ളുന്ന വ്യക്തിത്വം. 1972 മഹേന്ദ്ര മൊറാങ് ക്യാമ്പസിൽ നിന്ന് BA-യും 1975 ബനാറസ് ഹിന്ദു സർവകലാശാലയിൽ നിന്ന് പൊളിറ്റിക്കൽ സയൻസിൽ MA-യും പൂർത്തിയാക്കി. തുടർന്ന് 1978 ത്രിഭുവൻ സർവകലാശാലയിൽ നിന്ന് നിയമത്തിൽ ബിരുദം നേടി. 2016 ജൂലൈ മുതൽ 2017 ജൂൺ വരെ നേപ്പാളിലെ ആദ്യ വനിതാ ചീഫ് ജസ്റ്റിസായി സേവനമനുഷ്ഠിച്ചു. സുശീല ജഡ്ജിയായിരുന്ന കാലത്താണ് ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ മന്ത്രി ജയപ്രകാശ് പ്രസാദ് ഗുപ്ത അഴിമതിക്കേസിൽ ശിക്ഷിക്കപ്പെട്ടത്. ഇതോടെ ഭരണകക്ഷികളായ നേപ്പാളി കോൺഗ്രസിലെയും CPN-ലെയും നിയമനിർമ്മാതാക്കൾ 2017 ഏപ്രിലിൽ സുശീലയ്ക്കെതിരെ പ്രതിനിധി സഭയിൽ ഇംപീച്ച്മെന്റ് പ്രമേയം ഫയൽ ചെയ്തു. പിന്നാലെ അവർ ചീഫ് ജസ്റ്റിസ് സ്ഥാനത്ത് നിന്ന് താൽക്കാലികമായി സസ്പെൻഡ് ചെയ്യപ്പെട്ടു. അഴിമതിക്കെതിരെ നിലകൊണ്ടതിലാണ് സുശീലയ്ക്കെതിരെ നടപടി സ്വീകരിച്ചതെന്നായിരുന്നു അന്ന് സർക്കാരിനെതിരെ ഉയർന്ന വിമർശനം. നിലവിൽ നേപ്പാളിനെ നയിക്കാൻ സുശീല കാർക്കി എത്തുമെന്ന പ്രതീക്ഷയിലാണ് ജൻസി പ്രക്ഷോഭകർ. ന്യൂസ് ഡെസ്ക് ജനം.